വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 7 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അന്യനെ വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിങ്ങൾക്ക് കാഴ്ച തെളിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. മുൻവിധികളും ദുർവിധികളും ഒഴിവാക്കേണ്ടവ തന്നെ. മനുഷ്യന്റെ സഹജമായ കഴിവാണ് വസ്തുതകളെ വിലയിരുത്തി വിധി പ്രസ്താവിക്കാനുള്ള കഴിവ്. എന്നാൽ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങൾ വിധിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആ കഴിവ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ല നാം അർത്ഥമാക്കേണ്ടത്. മറിച്ച് മനുഷ്യൻ വസ്തുതകളെ വേണ്ട വിധത്തിൽ വിലയിരുത്താതെ, കാര്യങ്ങൾ പഠിക്കാതെ, ഓരോ വ്യക്തിയിലും നിലനിൽക്കുന്ന മുൻവിധികൾക്കനുസരിച്ചും ദുർവിധികൾക്കനുസരിച്ചും പക്ഷപാതപരമായ രീതിയിൽ നടത്തുന്ന വിധിയെയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ മുടക്കുന്നത്. അത് തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ച് തെറ്റാണ്, മനുഷ്യന്റെ ചാബല്യമാണ്, മനുഷ്യന്റെ ഒരുതരം ബലഹീനതയാണ്. ഇത് മനുഷ്യൻ മനസ്സിലാക്കി ഈ ചാബല്യത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യമാണ് യേശു ഇവിടെ അനുവാചകരെ ധരിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവരനെ കുറ്റപ്പെടുത്തുന്നത് വഴി ഫരിസയന്റേതായിട്ടുള്ള ഒരു നീതീകരണ, ഒരു അവബോധവും ഒരു തരം പൊങ്ങച്ചവും അഹങ്കാരത്തിൻ്റെതുമായിട്ടുള്ള പ്രതികരണങ്ങളും അവനിൽ നിഴലിക്കാൻ ഇടവരുന്നതുകൊണ്ടാണ് യേശു ഈ തരം വിധിയെ നിഷേധിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പക്വത യാർജിച്ച് വരുംതോറും അവന് മനസ്സിലാകും അവരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങള്, കുറവുകള് അതേ അളവിലോ അത് കുറവോ അത് കൂടുതലോ എന്നിലും ആ കുറ്റങ്ങളുണ്ട്, അതേ രീതിയിലോ വേറെ വിധത്തിലോ അതുപോലെയുള്ള കുറ്റങ്ങൾ എന്നിലുമുണ്ട് എന്നുള്ള അവബോധത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ആ അവബോധമാണ് പക്വതയാർന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് എന്നും അങ്ങനെ പക്വതയോടുകൂടെ വസ്തുതകൾ യഥാവിധി മനസ്സിലാക്കി വിനയത്തിൻ്റെതായിട്ടുള്ളൊരു ഭാവം ശീലിക്കുക എന്നുള്ളതാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ കൂടെ തന്റെ അനുയായികളായ മക്കളോട് നിർദ്ദേശിക്കുന്നത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.